ഹായ് ആരോ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക, ലൈക്ക് ചെയ്തിട്ട് കാണുക, ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഫ്രോക്ക് സെറ്റിംഗ് കാണാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പിക്ചറൊക്കെ വരച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മുകൾ ഭാഗത്ത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഒന്നില്ലെങ്കിൽ പെയിൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ത്രെഡ് വെച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ത്രെഡ് വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മുകളിനകത്ത് കുറച്ച് ബീഡ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് താഴെ ഭാഗത്ത് ഫ്രോക്ക് സെറ്റ് ചെയ്യുന്നത് കാണാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 തുണികളാണ് എടുത്തിരിക്കുന്നത്. ഒന്ന് ലൈനിങ്ങും മറ്റൊന്ന് നെറ്റിൻ്റെ പീസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ലൈനിങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ലൈനിങ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര വിഡ്ത്ത് വേണം അതനുസരിച്ച് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം. വെച്ച് കൊടുക്കുമ്പോൾ പ്ലീറ്റ്സ് ഇടുന്നതനുസരിച്ച് നമുക്ക് വീതി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം പ്ലീറ്റ്സ് ഒക്കെ റെഡി ആക്കിയതിന് ശേഷം കുറച്ച് തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എത്ര വേണമെന്നനുസരിച്ചുള്ളത് കേട്ടോ. ഇനി നമുക്കത് മടക്കുന്നത് കാണാം. മടക്കണത് സെൻറ്റർ ഭാഗത്തേക്ക് മടക്കി കൊടുക്കണം. ഒരറ്റത്ത് നിന്ന് സെൻറ്റർ ഭാഗത്തേക്ക് മടക്കുക, മറ്റേ അറ്റത്ത് നിന്നും സെൻറ്റർ ഭാഗത്തേക്ക് മടക്കുക. അതിനുശേഷം നമുക്ക് മുകൾ ഭാഗത്ത് ചെറുതായി ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം ചെറിയ ചെറിയ പ്ലീറ്റ്സുകൾ ഇട്ടിട്ട് വേസ്റ്റിൻ്റെ ഭാഗത്ത് തുന്നി ഉറപ്പിക്കേണ്ട ചെയ്യുന്നത്. സാധാരണ മെഷീൻ നൂല് വെച്ചിട്ടാണ് ഞാനിവിടെ തുന്നി ഉറപ്പിക്കുന്നത്. സെയിം കളറ് ത്രെഡ് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോഴായിരിക്കും കൂടുതൽ ഭംഗിയുണ്ടാവുക. അപ്പം ഞാൻ വേസ്റ്റിൻ്റെ ആ ഭാഗത്ത് വെച്ച് കൊടുത്തിട്ട് ചെറിയ ചെറിയ പ്ലീറ്റ്സുകളൊക്കെ ഇട്ട് കൊടുത്തിട്ട് തുന്നി ഉറപ്പിക്കുക കേട്ടോ. ഓരോ പ്ലീറ്റ്സിൻ്റെ അവിടെയും ഓരോരോ തുന്നലായിട്ട് കൊടുത്തിട്ട് ഉറപ്പിച്ച് കൊടുക്കുകയാണ്. ഞാനിത് ലൈനിങ് കൊടുക്കണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെറ്റിൻ്റെ തുണി എടുത്തത് കൊണ്ടാണ് കേട്ടോ. നമുക്ക് ലൈനിങ് ഇല്ലാതെയും ചെയ്തെടുക്കാം, ഏത് തുണി വെച്ചും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനും യുക്തിക്കും അനുസരിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിതുപോലെ ചെയ്തു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ വേസ്റ്റിൻ്റെ ഭാഗം ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അടിഭാഗത്തേക്ക് കിടക്കുന്നതുണ്ടല്ലോ സൈഡിൽ, അവിടെയും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എന്നാലാണ് നമുക്ക് കറക്റ്റായിട്ട് അവിടെ ഫ്രോക്ക് സെറ്റായിട്ട് ഇരിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഭാഗത്ത് 2 സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പുറത്തെ ഭാഗത്തും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് നമ്മൾ നെറ്റിൻ്റെ പീസ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഇതിൻ്റെ മുകളിൽ കേട്ടോ. അപ്പോൾ ഞാൻ ലൈനിങ് കുറച്ച് ചെറിയതും നെറ്റിൻ്റെ പീസ് താഴേക്ക് കുറച്ച് ലോങ് ആയിട്ട് കിടക്കുന്ന രീതിയിലാണ് എടുക്കണത് കേട്ടോ. അപ്പോൾ അതേ ഇതുപോലെ എടുത്തിട്ടുണ്ട്. കറക്റ്റ് നമ്മൾ എത്ര വേണമെന്നനുസരിച്ച് എടുത്തതിന് ശേഷം ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ മുകളിൽ എങ്ങനെയാണോ ചെയ്തത് അതനുസരിച്ച് മടക്കി കൊടുത്തിട്ട് ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ പ്ലീറ്റ്സ് ഇടുമ്പോൾ കറക്റ്റായിട്ട് ഇടാൻ വേണ്ടിയിട്ട് നോക്കുക. നമ്മൾ താഴെ ഇട്ടത് അധികം കാണില്ല, മുകളിലിട്ടത് ശരിക്കും കാണും. അതുകൊണ്ട് മുകളിൽ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ചെയ്തതിന് ശേഷം വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ ആദ്യം വേസ്റ്റിൻ്റെ ഭാഗത്ത് ഓരോരോ പ്ലീറ്റ്സുകൾ ഇട്ടതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സൈഡ് ഭാഗത്ത് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ടും തുന്നി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഫ്രോക്ക് സെറ്റ് ചെയ്യാവുന്നുള്ളൂ കേട്ടോ. ഹെയറും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.